എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. എക്സ്ക്ലൂസീവ് ക്ലെയിം. 47 സങ്കീർത്തനം 1 തിരുവചനം കരഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കണം എന്നാണ്. 47 സങ്കീർത്തനം 1 തിരുവചനം. നമുക്ക് ആ വചനം അനുസരിച്ച് നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് ഹല്ലേലൂയ. വായിക്കാവോ? 47 സങ്കീർത്തനം 1 തിരുവചനം സന്തോഷത്തോടെ. സാംസ് 47:1. സാംസ് 47:1 വായിക്കാവോ? ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. എന്നോട് വായിക്കാം. സാംസ് 47:1 വായിക്കാവോ? ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ഒന്നുകൂടെ ഉറക്കെ വായിക്കാം. വായിച്ചേ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അപ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത്, ജനതകൾ എന്ത് ചെയ്യണം? അപ്പോൾ നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച്, ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച്. ഈ വചനം ലളിതമായൊരു വചനമാണ്. ഈ ലളിതമായ വചനം നമുക്ക് അനുസരിക്കാം. നമ്മൾ ഈ വചനം അനുസരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കരങ്ങളടിക്കുമ്പോൾ അതൊരു ദൈവാരാധനയാണ്. അപ്പോൾ നമ്മുടെ ഇതുവരെ ആത്മീയ ശുശ്രൂഷകളിൽ നമ്മൾ കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയുന്നത് ഒരാരാധനയാണ്. നമുക്ക് കർത്താവിൽ നിന്നൊരു പ്രചോദനമോ ദൈവത്തിൽ നിന്നൊരു സന്തോഷമോ ഒരു സ്നേഹമോ നമുക്ക് ലഭിക്കുന്നു എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം? കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയണം. സോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ദ ലോർഡ് ഈസ് എ മോഡ് ഓഫ് വർഷിപ്പ്. അപ്പോൾ ഈസ് എ മോഡ് ഓഫ് വർഷിപ്പ്. നമ്മൾ വർഷിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വർഷിപ്പ് ചെയ്യുകയാണെന്നുള്ള ബോധത്തോടു കൂടി വേണം നമ്മൾ കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം, അല്ലേ? അപ്പോൾ നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് കരങ്ങളടിച്ച്. ഇനി അടുത്തതായിട്ട് പറയുകയാണ്, ജനതകൾ എന്ത് ചെയ്യണം? കരഘോഷം മുഴക്കിയാൽ മാത്രം പോരാ, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കണം. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാവോ? സാംസ് 47:1. ഒരാൾ ഉറക്കെ വായിച്ചാൽ വ്യക്തമാവും. നല്ലപോലെ മനസ്സിലായി. ജോയ്ഫുൾ പ്രെയർ അല്ലേ? സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ആരാധിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കണം. അപ്പോൾ അതാണ്. അതായത് ഹല്ലേലൂയൊക്കെ പറയുമ്പോൾ ഒരു മടുപ്പോടു കൂടി പറയരുത്. പിന്നെന്ത് ചെയ്യണം? ഹല്ലേലൂയ അങ്ങനെ വേണേലും പറയാം. അതേസമയം ഹല്ലേലൂയ അല്ലേ? ഈ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു മലയിൽ നിന്ന് അടുത്ത മലയെ നോക്കി ആളുകൾ ഉറക്കെ ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ, ഷൗട്ടിങ് വിത്ത് ജോയ്, ആഹ്ലാദാരവം. അപ്പോൾ ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ നല്ല ആളുകളാണെന്നാണ് വിനോദച്ചൻ പറഞ്ഞത്. ആൻഡ് യു മസ്റ്റ് പ്രൂവ് ഇറ്റ് അല്ലേ? അപ്പോൾ ഹല്ലേലൂയ പറഞ്ഞേ. ആഹ്ലാദാരവം, ജനതകളെ ആഹ്ലാദാരവം മുഴക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ ലളിതമായ കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങുകയാണ് ഞാൻ. അപ്പോൾ ഒന്ന്, നമ്മൾ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കണം. രണ്ടാമത്തേത്, നമ്മുടെ എപ്പോൾ ദൈവത്തെ സ്തുതിച്ചാലും അത് ഉച്ചത്തിൽ സ്തുതിക്കണം. അപ്പോൾ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥന മാത്രമല്ല, പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും എല്ലാം ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. ഞാൻ ഓസ്ട്രേലിയയിൽ മെൽബണിൽ രൂപതയിൽ കൺവെൻഷൻ നടത്തുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ പലയിടങ്ങളിലും പറഞ്ഞു ഇപ്പോൾ അതിനെക്കുറിച്ച്. അതൊരു കാലഡിയൻസിൻ്റെ ചേർച്ചിലായിരുന്നു സിറോ മലബാർ കൺവെൻഷൻ നടന്നത്. അപ്പോൾ വലിയൊരു പള്ളിയാണ്. ആ പള്ളിയിൽ നിറച്ചു ഇങ്ങനെ ആളുകൾ വന്ന് ഇരുന്നിട്ട് കുർബാനയുടെ സമയമായപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ മതിമറന്നു. ഞാൻ ഇത്രയും നന്നായിട്ട് മുമ്പൊരിക്കലും ഇത്രയും ഉച്ചത്തിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ കണ്ടിട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇൻവോൾവായിട്ട് ഇപ്പോൾ നന്നായിട്ട് അവർ പാടുകയും, കൊയറുണ്ട്, പക്ഷേ കൊയറിനെയൊക്കെ കടത്തി വിട്ടുന്ന സ്വരമായിരുന്നു ആളുകളുടെ സ്വരം. അപ്പം നന്നായിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും. അപ്പം ഞാൻ സാധാരണ രാവിലെ തന്നെ എൻ്റെ കുർബാനയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കൺവെൻഷന് വരുന്നത്.
പക്ഷേ അപ്പം ഞാൻ ഓർത്തു ആ കുർബാനയുടെ സമയത്ത് എനിക്കൊരല്പം റെസ്റ്റ് കിട്ടുമല്ലോ എന്നോർത്താണ് രാവിലെ ഞാൻ കുർബാന അർപ്പിച്ചിട്ട് വരുന്നത്. പക്ഷേ എനിക്ക് ആ കുർബാനയുടെ സമയത്ത് പോകാൻ തോന്നിയില്ല. ഞാൻ അവിടെ തന്നെ പിന്നെയും നിന്നു. കാരണം അത് അത്രയ്ക്ക് ജനത ആ ജനത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വാസ് പ്രൈസ് വർത്തി. ദാറ്റ് ഈസ് വർത്തി ഓഫ് അക്ലമേഷൻ, പ്രൈസ്. നല്ലതായിരുന്നത്. എന്തിനാ ഞാൻ പറയുന്നത് അറിയാം? ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ജനത്തിന് ഇത്തിരി കുശുമ്പൊക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് ചെയ്യത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് കുർബാനയുടെ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ ചൊല്ലുമ്പോഴെല്ലാം ഉച്ചത്തിൽ പാടുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യണം. അപ്പോൾ അതെല്ലാം ദൈവത്തിന് മുമ്പിൽ സന്തോഷത്തോടെ നമ്മൾ ചെയ്യണമെന്നാണ് ഇവിടെ ഈ സാംസ് 47 പറഞ്ഞത്. ഇനി സങ്കീർത്തനം 89 എടുക്കാം. സാംസ് 89 വേഴ്സ് 15. സാംസ് 89:15. സങ്കീർത്തനങ്ങൾ 89:15. ഉറക്കെ വായിക്കുക. എല്ലാവരും ഒരുമിച്ച് ഉറക്കെ വായിക്കുക. വായിച്ചേ. ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കൊള്ളാം, നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആവാൻ തോന്നുന്നു. വായിക്കാം. അതെ, ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ. ഏറ്റു പറയണ്ട, വായിച്ചാൽ മതി. ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒന്നുകൂടെ ഉറക്കെ വായിക്കാമോ? ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ബൈബിളിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബ്ലസ്സഡ് എന്നാണ്. ബ്ലസ്സഡ്, ലക്കി എന്നല്ല, ബ്ലസ്സഡ് എന്നാണ്. ലക്കി ഈസ് വൺ തിങ്, ബ്ലസ്സഡ് ഈസ് യെറ്റ് അനദർ തിങ്. ബ്ലസ്സഡ് എന്ന് പറഞ്ഞാൽ യു ആർ അഡോൺഡ് വിത്ത് ഹെവൻലി ബ്ലെസ്സിങ്സ്. ദൈവാനുഗ്രഹമാണ് ബ്ലെസ്സിങ്, ഭാഗ്യമാണ് ലക്ക്. ഇപ്പോൾ ഭാഗ്യവാന്മാർ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നെങ്കിലും ഭാഗ്യമല്ലത്. ലോട്ടറി അടിക്കുന്നവന് കിട്ടുന്നത് ഭാഗ്യമാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജനറേഷൻസിനെ അനുഗ്രഹിക്കുന്നത് ബ്ലെസ്സിങ് ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് ഭാഗ്യമല്ല. ലോട്ടറി അടിച്ചവരുടെ ഗതി അറിയാമല്ലോ എന്താന്ന്. മാതൃഭൂമി ന്യൂസ് ഒരിക്കലും ഒരു പരമ്പര പുറത്തേക്ക് കഴിയുന്നു. അതായത് ലോട്ടറി, 1ാം സമ്മാനം ലോട്ടറി കിട്ടിയവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയി. വളരെ വിചിത്രമായിരുന്നു. അതിൽ ഒരാൾ പോലും ഇപ്പോൾ സമ്പന്നരല്ല. രണ്ടാമത്തെ കാര്യം, അതിൽ ഒരാളുടെ കഥ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. അയാളിപ്പോൾ ജീവിക്കുന്നത് വീടിൻ്റെ കട്ടളയും കതകും ജനലും എല്ലാം ഇളക്കി വിറ്റിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ലക്ക് അത്രയേ ഉള്ളൂ. ലക്കിന് ആയുസില്ല, ഭാഗ്യം. പക്ഷെ ബ്ലെസ്സിങ്ങിന് നിലനിൽക്കുന്ന സ്ഥായിയായ ഒരനുഗ്രഹം കൊണ്ടുവന്ന് തരാൻ പറ്റും. സോ നമുക്ക് വേണ്ടത് ലക്കാണോ ബ്ലെസ്സിങ് ആണോ? ബ്ലെസ്സിങ് ആണ്. ലക്കിലി വി നീഡ് ബ്ലെസ്സിങ്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്ലെസ്സിങ് ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ബ്ലെസ്സിങ്ങിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബ്ലെസ്സഡ് ആണ്. ആര് ബ്ലെസ്സഡ് ആണ്? 89:15. ആരാണ് ബ്ലെസ്സഡ്? ഉത്സവഘോഷത്താൽ കർത്താവിനെ സ്തുതിക്കുന്നവർ ബ്ലെസ്സഡ് ആണ്, അനുഗ്രഹീതരാണ്. ഉത്സവഘോഷത്താൽ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ ഒരു കൃപ കിട്ടിയ ആളുകൾ ബ്ലെസ്സഡ് ആണ്. അവർക്ക് ബ്ലെസ്സിങ് അവരുടെ കൂടെ ഉണ്ടാവും എന്നായി പറയുന്നത്. ഇതിനെയൊക്കെ യു ക്യാൻ ടേക്ക് ഇറ്റ് ലിറ്ററലി. ഇത് ഉപമയല്ല, ഉൽപ്രേക്ഷയല്ല, അലങ്കാരമല്ല. ഇത് അക്ഷരാർത്ഥത്തിൽ വാചികമാണ്, ലിറ്ററലാണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ലിറ്ററലി. സോ ഇഫ് യു ആർ ഏബിൾ ടു പ്രൈസ് ദ ലോർഡ് വിത്ത് എ ജോയ് ഓഫ് ഷൗട്ടിങ്, യു ആർ ബ്ലെസ്സഡ്. അതാ പറയുന്നത്. പറഞ്ഞേ ഹാലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്? ബ്ലെസ്സിങ്. ലക്കാണോ വേണ്ടത്? അല്ല. വായിക്കാം. 89:15 വായിച്ച്. ഉത്സവഘോഷത്താൽ കർത്താവിനെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. They walk in the light of your face. When they praise you with a shouting joy, സെലിബ്രേറ്റീവ് മൂഡിലാണ് അവർ. ഉത്സവം, പെരുന്നാളിനൊക്കെയുള്ള ആരവമാണ്. എല്ലാ ദിവസവും പെരുന്നാളാണ് ക്രിസ്ത്യാനിക്ക്, അല്ലേ? ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മളെന്തിനാ ഇങ്ങനെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മൾ രക്ഷയുടെ ആഹ്ലാദം പങ്കുവെക്കുന്നവരാണ്. നമ്മളെപ്പോഴും പ്രസന്നവദന, അല്ലെങ്കിൽ ഒരു വാക്കില്ലേ നിങ്ങളുടെ കുർബാനയിൽ, അല്ലേ? ഞങ്ങളെപ്പോഴും നിഷ്കളങ്ക ഹൃദയരും പ്രസന്നവദനരും. ഒന്നുകൂടുണ്ട്. ഞാൻ മലങ്കരക്കാരനാണേ, എനിക്ക് എക്സ്ക്യൂസ് ഉണ്ട്, നിങ്ങൾക്കില്ല. അങ്ങനല്ല, അതെനിക്കറിയാം. 3 കാര്യമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ,
അപ്പോൾ പ്രസന്നവദനരും നിഷ്കളങ്കരുമായി അല്ലേ? അപ്പോൾ ഒന്നുകൂടെ കണ്ടുപിടിച്ചോണം, എന്ന് ചൊല്ലുമ്പോൾ കണ്ടുപിടിച്ചോണം. അങ്ങയിലുള്ള മനോവിശ്വാസത്തോടെ, അങ്ങനെയാണോ? ഹലോ, വല്ലതും കിട്ടുന്നെങ്കിൽ അറിയിക്കണേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ അല്ലേ, ഞങ്ങളെ സഹായിക്കണമെന്നുള്ള അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രസന്നവദനരായിട്ട് നിൽക്കാൻ പറ്റുന്ന എപ്പോഴാണ്? പിരിയിളകുമ്പോഴാണോ? എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നത് അല്ല, മറിച്ച് പ്രസന്നവദനരായി നിൽക്കാൻ പറ്റുന്നത് ഈ അകത്തെപ്പോഴും ഒരു സന്തോഷമുള്ളപ്പോഴാണ്. ആ സന്തോഷം എന്താണ്? ക്രിസ്ത്യാനിയുടെ ഉള്ളിലെ സന്തോഷം എന്താണ്? എന്താ ക്രിസ്ത്യാനിയുടെ ഉള്ളിലെ സന്തോഷം? എന്താവണമെന്നറിയാമോ? എന്താണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്താണ് നമ്മുടെ ഉള്ളിലെ സന്തോഷം? രക്ഷിക്കപ്പെട്ടവൻ്റെ സന്തോഷമാണ്, യേശുവിനെ കിട്ടിയവൻ്റെ സന്തോഷമാണ്, യേശുവിനെ കിട്ടിയവൻ്റെ സന്തോഷം. ഞാൻ ഈ ജയ്പൂരിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഈ നോർത്ത് ഇന്ത്യയിൽ ജയ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, രാജസ്ഥാനിലാണ്. അപ്പോൾ ജയ്പൂരിൽ ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വിളിച്ചിട്ട്, അന്ന് നമ്മൾ ടീം അംഗങ്ങൾ എല്ലാവരും ധ്യാനകേന്ദ്രത്തിലാണ്, ഞാനും വേറൊരച്ഛനും തന്നെ പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കി അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, വേഗം പ്രാർത്ഥിക്കണം. എന്നിട്ട് ഞാനൊരു ഡയറക്ഷൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആ ഭാഗത്തേക്ക് പോയി കുരിശിൻ്റെ വഴി ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രേരണ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഡയറക്ഷനിൽ പോയി കുരിശിൻ്റെ വഴി ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ജോൺ ബോളിനെ അറിയാമായിരിക്കും, ജോൺ ബോൾ നാട്ടിലുണ്ടായിരുന്നു. ജോൺ ബോളിനോട് ഞാൻ പറഞ്ഞു, എടാ കുരിശ് താഴെ വെക്കാതെ കുരിശിൻ്റെ വഴി ചൊല്ലാൻ പറയണം, കുരിശെടുത്ത് താഴെ വെക്കാതെ കുരിശിൻ്റെ വഴി ചൊല്ലാൻ പറയണം. കാരണം അങ്ങനെയാണ് ഒരു പ്രേരണ കിട്ടുന്നത്. അത് എന്താണ് അങ്ങനെ പ്രാർത്ഥിപ്പിച്ചതെന്ന് പിറ്റേ ദിവസം മനസ്സിലായത്. അത് പോട്ടെ. അപ്പോൾ ഇവൻ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നമുക്ക് കുരിശ് താഴെ വെക്കാതെ കുരിശിൻ്റെ വഴി ചൊല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഞാൻ നോക്കുമ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിലെ 2 ശുശ്രൂഷകർ കുരിശ് താഴെ വെക്കുന്നില്ല, ഒരു വലിയ തടിക്കുരിശെടുത്ത് തോള വെച്ചിരിക്കുകയാണ്. ഫുൾ ടൈം കടയിൽ പോകുമ്പോഴും ചന്തയിൽ പോകുമ്പോഴും എല്ലാം ദേ ടുക്ക് ഇറ്റ് ലിറ്ററലി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കുരിശ് താഴെ വെക്കാതെ കുരിശിൻ്റെ വഴി ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ ദേ ടുക്ക് ഇറ്റ് ലിറ്ററലി ആൻഡ് ദേ ബിഗാൻ ടു ക്യാരി ദ ക്രോസ് ഓൾ ദ ടൈം വെയറെവർ ദേ ഗോ. ചെറിയ കുരിശല്ല, നമ്മൾ ഈ കഴുത്തിടുന്ന പോലത്തെ ചെറിയ കുരിശല്ല, വലിയൊരു കുരിശ്. അതെടുത്തിങ്ങനെ തോളെ വെച്ചിട്ട് പോകുമ്പോൾ, അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ ബൈക്ക് ഓടിക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞ് ബൈക്കിൻ്റെ ഫ്രണ്ടിൽ അത് ഇടാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി, എന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുത്ത് വെച്ചിട്ട് പോകും. പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോൾ, മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ പോകുമ്പോൾ, ഇവിടെ ചന്തയിൽ പോകുമ്പോഴല്ല ഈ കുരിശും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ദേ ആർ ഹ്യൂമിലിയേറ്റഡ് എവരിവെയർ. മലയാളം പോലൊരു സൊസൈറ്റിയുടെ പ്രത്യേകത അറിയാവോ? സങ്കീർത്തനം 1 പരിഹാസികളുടെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ യു ആർ ഹ്യൂമിലിയേറ്റഡ് ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. അതാണ് മലയാളി സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത. അതിപ്പോൾ അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും സൊസൈറ്റി ഈസ് ദ സെയിം. പരിഹാസകരുടെ കൂടാണിത്. പറഞ്ഞേ ഹല്ലേലൂയ. സോ യു ബിലിറ്റിൽ പീപ്പിൾ ഫോർ എവറിത്തിങ് അല്ലേ? പ്രസംഗിക്കുമ്പോൾ പോലും അല്ലേ? ഇപ്പം ഞാനതിലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് അപ്പോൾ ഈ കണ്ടംപ്റ്റ് അവരിത് ഫേസ് ചെയ്യുകയാണ്. അയ്യോ, എല്ലായിടത്തും അവർ കുരിശും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു ഹൗസ് വാമിങ്ങിന് ചെന്നപ്പോൾ അവിടെ ബിഷപ്പുണ്ട്. അപ്പോൾ ബിഷപ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു ദം? ഞാൻ പറഞ്ഞു 6 മാസത്തേക്ക് പണിഷ്മെൻ്റാന്ന് പറഞ്ഞു, തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ അവർക്ക് അങ്ങനെ എന്തോ ഒരു പ്രേരണ കിട്ടി, അവർ കുരിശ് താഴെ വെക്കുന്നില്ല, അങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ തോളയിൽ എന്തുണ്ട്? കുരിശുണ്ട്. അവർ രാത്രി പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് ഇത് തീരുന്നവരെ അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുരിശുണ്ടേ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ജോൺ ബോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഭയങ്കരമായ ഒരു വേദന വിഷമം ഇപ്പോൾ വരുന്നുണ്ട്. അതായത് എൻ്റെ ഉള്ളിൽ എനിക്കും തോന്നുകയാണ് കുരിശ് എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ അവൻ മാൾട്ടയ്ക്ക് പോയി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ മാൾട്ടയ്ക്ക് പോയി. മാൾട്ടയിൽ പോയപ്പോൾ ഈ ടുക്ക് എ ബിഗ് ക്രോസ് ആൻഡ് ടുക്ക് ഇറ്റ് ഇൻ ഹീസ് ഹാൻഡ്സ് ആൻഡ് വെൻറ്റ്. അവൻ മാൾട്ടയ്ക്ക് പോയത്, ക്യാബിനകത്ത് കയറിയത് ഈ വലിയ കുരിശ്, ചെറിയ കുരിശല്ല, ഇതുപോലൊന്നുമല്ല, ഇത്രയും വലിയ കുരിശ് അതെടുത്ത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് എന്നിട്ട് പോകുന്ന വഴിക്കൊക്കെ കരഞ്ഞുകൊണ്ട് എന്നോട് പറയുകയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഐ എം ഹ്യൂമിലിയേറ്റഡ്, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് ഐ വാണ്ട് ടു റേസ് ദ നെയിം ഓഫ് ദ ലോഡ് എവ്രിവെയർ ഐ ഗോ. അപ്പോൾ അതുകൊണ്ട് ഈ കുരിശും പിടിച്ചുകൊണ്ട് പോയിട്ട് ആ കുരിശ് അവിടെ ക്യാബിനകത്ത് ചെല്ലുമ്പോൾ എക്കോണമി ക്ലാസ്സിൽ ക്യാബിനകത്ത് ഈ പെട്ടിയെല്ലാം മുകളിലിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അവരിത് പിടിച്ചുകൊണ്ടിരിക്കാൻ സമ്മതിക്കില്ല.
അവരോട് വെക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇല്ലില്ല അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇവിടെ വെക്കണ്ട, ബിസിനസ് ക്ലാസ്സിൽ കൊണ്ടുവെക്കാം, എങ്കിൽ തന്നേക്കാൻ പറഞ്ഞിട്ട് ആ കുരിശ് കൊണ്ട് ബിസിനസ് ക്ലാസ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇക്കോണമിക് ക്ലാസ്സിലും കർത്താവ് ബിസിനസ് ക്ലാസ്സിലും ഇതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതെന്താ അറിയാം, ഇങ്ങനെ വട്ട് കാണിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന എന്താണ്? അകത്തൊരു സന്തോഷമുണ്ട്, മനസ്സിലായില്ലേ? വേറെ ഒന്നും ലോകത്ത് വേറെ എന്തും കിട്ടുന്നതിനേക്കാളും കർത്താവിൻ്റെ പേരിൽ ഹ്യൂമിലിയേറ്റഡ് ആകുമ്പോൾ ദേ എക്സ്പീരിയൻസ് എ ജോയ്. അത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എക്സ്പ്ലെയിൻ യൂസിങ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ വാക്കുകളെ അതിജീവിക്കുന്ന, അതിലംഘിക്കുന്ന അവാച്യമായ ഒരു ആനന്ദം അവരവരുടെ ഹൃദയത്തിൽ അനുഭവിക്കുകയാണ്. അത് ഈ രക്ഷ അനുഭവിച്ചവൻ്റെ സന്തോഷമാണ്. ക്രിസ്ത്യൻ ജോയ് ഈ സംതിങ് ഇൻസൈഡ്. ക്രിസ്ത്യൻ ജോയ് നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു ആനന്ദമാണത്. അപ്പോൾ ഈ ആനന്ദത്തോടുകൂടിയാണ് നാം കർത്താവിനെ ആരാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എവിടെ ഇതുപോലെയുള്ള സംഗമങ്ങളിൽ വരുമ്പോഴെല്ലാം നാം ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ആസ് എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴെല്ലാം നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ദൈവത്തെ അതാണ് ഉത്സവഘോഷത്താൽ. സാംസ് 89:15 വായിച്ചേ. ഉത്സവഘോഷത്താൽ അങ്ങേ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഉത്സവഘോഷത്താൽ അങ്ങേ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോഴെല്ലാം സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം, ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണം. ഒരു 10-20 പേര് നമ്മുടെ സ്വരം കേട്ടാലും നമ്മൾ നാണിക്കരുത്, ലജ്ജിക്കരുത്. നമ്മൾ പരിഹസിക്കപ്പെടും, പക്ഷേ പരിഹസിക്കപ്പെട്ടോട്ടെ, സന്തോഷമായിട്ട് അത് സ്വീകരിക്കണം. അങ്ങനെ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. കുറച്ചുകൂടി ചെതി പറഞ്ഞേ ഹല്ലേലൂയാ. ഉത്സവഘോഷത്താൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി വായിക്കേണ്ടത് യെശയ്യാ പ്രവചനം 61:2. ഐസയ്യാ 61:2. യെശയ്യാ 61:2. ഐസയ്യാ 61:2 വായിക്കാമോ? സോറി, ഐസയ്യാ 61 അല്ല, ഐസയ്യാ 66. ഐ എം സോറി, ഐസയ്യാ 66:2 വായിച്ചേ. 66:2 വായിക്കാമോ? കർത്താവ് അരുളി ചെയ്യുന്നു. ഇംഗ്ലീഷോ ബൈബിളോ കിട്ടുന്ന വായിച്ചോ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അതായത് ദൈവവചനം കേൾക്കുമ്പോൾ അടുത്ത ഒരു ആറ്റിറ്റ്യൂഡാണ്. ഞാനൊരു ഡിസ്പോസിഷൻ രൂപപ്പെടാൻ വേണ്ടി ആമുഖമായി ചില കാര്യങ്ങൾ പറയുകയാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, വചനം കേൾക്കാനായി നാം എത്തുമ്പോൾ, കർത്താവിനെ കേൾക്കാനായിട്ട് എത്തുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് ഐസയ്യാ 66:2 പറയുന്നത് എങ്ങനെയാണ്? ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും. വായിക്കാം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എന്നോടൊക്കെ വായിക്കാം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് കടാക്ഷിക്കുക. ഇംഗ്ലീഷ് ബൈബിളുള്ളൊന്ന് വായിക്കാമോ? നമുക്ക് ഈ മലയാളം അറിയാത്തവരും ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇംഗ്ലീഷൂടെ വായിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഐസയ്യാ 66:2 ഇംഗ്ലീഷ് വായിക്കാമോ? All things are mine, says the Lord, but this is the man. വായിച്ചോ. He that is humble and contrite in spirit, tremble at my word. Who is contrite and humble in spirit, tremble at my word. അപ്പോൾ ദൈവവചനം കർത്താവിൻ്റെ സ്വരമായിട്ട് സ്വീകരിക്കുന്നവരെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവിൻ്റെ വചനം. വേറൊരു വചനം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25. മാത്യു 11:25. മാത്യു 11:25. ബൈബിൾ ഇല്ലെങ്കിൽ ആ സ്റ്റോറിൽ പോയാൽ ബൈബിൾ കിട്ടും. പണം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട, കിട്ടും. ഓക്കെ. അപ്പോൾ അതെങ്കിലും അത് അങ്ങനെ ചെയ്തത് എന്തിനാണെന്നറിയാം? ഇങ്ങനെ വരുമെന്ന് അറിയാമായിരുന്നു, അതുകൊണ്ടാണ്. ഏതാ ഈ ബൈബിള് കൂടെ കൊണ്ടാ വന്നേ. അതെന്തുകൊണ്ടാണെന്നറിയാം? ബൈബിള് ഞാൻ വരുന്നതിന് മുമ്പേ ബൈബിളോട് എത്തിച്ചു. എന്തുകൊണ്ടാണെന്നറിയാം? എന്തിനാ? ഇല്ലാതെ വരുമെന്ന് എനിക്ക് അനേക വർഷങ്ങളായി നടത്തുന്ന യാത്രകളിൽ മനസ്സിലായതുകൊണ്ടാണ്
ബൈബിൾ ഉൾപ്പെടെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ സ്റ്റോറിലുണ്ട്, അത് വാങ്ങിക്കണം. എന്നിട്ട് യു മസ്റ്റ് റീഡ് ഇറ്റ്. ഇല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം യൂസ്ലെസ് ആവും നിങ്ങൾ. കാരണം ഇത് പ്രഭാഷണമല്ല, അറിയാമല്ലോ, ഞാനൊരു പ്രഭാഷകനല്ല, ഐ എം എ ടീച്ചർ. ഓക്കെ, ഐ കെയിം ഹിയർ ടു ടീച്ച് സംതിങ്. സോ യു നീഡ് ദ നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, എവറിത്തിങ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ യു മസ്റ്റ് ഗോ ടു ദ സ്റ്റോർ ആൻഡ് ഗെറ്റ് വൺ ബൈബിൾ അടുത്ത സെഷൻ ആകുമ്പോഴത്തേക്കും. ഈ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പാവപ്പെട്ടവരാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പൈസ ഇല്ലാത്തവരായതുകൊണ്ടാണ്. യു ഗെറ്റ് വൺ ബൈബിൾ ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വായിച്ചേ ഐസിയ മാത്യു 11:25. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എന്നോട് വായിക്കാം. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച്. അപ്പോൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചത് ആർക്കാണ് വെളിപ്പെടുത്തുന്നത്? ശിശുക്കൾക്കാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വചനം, നമ്മൾ എത്ര ഹൈലി ഇൻ്റലക്ച്വൽ ആണെങ്കിലും വചനം ബുദ്ധിയിലല്ല മനസ്സിലാവുന്നത്. ഞാൻ എന്താ പറഞ്ഞേ? വചനം മനസ്സിലാവുന്നത് ബുദ്ധിയിലല്ല. വചനം മനസ്സിലാവുന്ന പിന്നെ എവിടാ? ആത്മാവിലും ഹൃദയത്തിലുമാണ് വചനം ഗ്രഹിക്കുന്നത്, ബുദ്ധിയിലല്ല. അതുകൊണ്ട് നമ്മൾ എത്ര ഇൻ്റലക്ച്വലാണ് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, എത്രമാത്രം ഹൃദയം തുറക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമാന്മാരിൽ നിന്നും ഇൻ്റലക്ച്വൽസിൽ നിന്നും വയസ്സായ ആളുകളിൽ നിന്നും ഹൈഡ് ചെയ്തിട്ട് ആർക്ക് വെളിപ്പെടുത്തി? ശിശുക്കൾക്ക് വെളിപ്പെടുത്തി, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ചു വെച്ചിട്ട് ആർക്ക് വെളിപ്പെടുത്തി? കുഞ്ഞുങ്ങളുടെ മനസ്സുള്ളവർക്ക്. അതാണ് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയം തുറക്കപ്പെട്ടാൽ മാത്രമേ വചനം സ്വീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. വചനം സ്വീകരിച്ചാലേ ഈ വചന ശുശ്രൂഷ കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വായിക്കാം. മാത്യു 11:25. കർത്താവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പ്രോവേർബ്സ് ചാപ്റ്റർ 3:5. സുഭാഷിതങ്ങൾ 3:5. സുഭാഷിതങ്ങൾ 3:5. പ്രോവേർബ്സ് ചാപ്റ്റർ 3:5. സുഭാഷിതങ്ങൾ 3:5 വായിക്കാമോ? കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. എന്നോട് വായിച്ച്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. എവിടെ കൊണ്ടാണ് വിശ്വസിക്കേണ്ടത്? ഹൃദയം കൊണ്ടാണ്, ബുദ്ധി കൊണ്ടല്ല. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, 3:5 പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ, ശ്രദ്ധിക്കുന്നുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. ബുദ്ധിയെ ആശ്രയിക്കരുത്. ഹൃദയം കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ്. അത് റോമർ 10:9 വായിക്കാം. റോമർ 10, റോമൻസ് 10:9. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. റോമർ 10:9 വായിച്ച്. ആകയാൽ റോമൻസ് ചാപ്റ്റർ 10:9 എല്ലാവരും എടുത്തിട്ട് വായിക്കാമോ? റോമൻസ് 10:9 വായിക്കാമോ? ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് എവിടെ വിശ്വസിച്ചാൽ? ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. എവിടെ? ബുദ്ധിയിലല്ല വിശ്വസിക്കേണ്ടത്. എവിടെയാണ് വിശ്വസിക്കേണ്ടത്? ഹൃദയത്തിൽ. മനസ്സിലായി? യു ഹാവ് ടു ബിലീവ് ദാറ്റ് ജീസസ് ഈസ് ലോർഡ്. വെയർ? ഇൻ യുവർ ഹാർട്ട്. അങ്ങനെ വിശ്വസിച്ചാലേ നമ്മൾ രക്ഷ പ്രാപിക്കത്തുള്ളൂ എന്നാണ് വചനം പറയുന്നത്. ഒരിക്കൽ കൂടെ വായിക്കാം. ആകയാൽ വായിക്കാം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന്
ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും അല്ലേ? അപ്പോൾ ഹൃദയത്തിൽ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. ഹൃദയത്തിൽ വിശ്വസിച്ചാലേ നമ്മൾ രക്ഷ പ്രാപിക്കുകയുള്ളൂ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ബുദ്ധിയിൽ സാത്താനും വിശ്വസിക്കുന്നുണ്ട്. ഉണ്ടോ? യേശുവിനെ സാത്താൻ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എവിടാ? ബുദ്ധിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും വായിക്കണം. വായിച്ചേ. 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം. 1 Corinthians 2:7-8 വായിക്കാവോ? രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ്. We preach a gospel which is mysteriously hidden. മനസ്സിലായി? അങ്ങനെ ഹിഡണായ ഒരു ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. വിച്ച് ഈസ് മിസ്റ്റീരിയസ്ലി, വിച്ച് ഈസ് എ മിസ്റ്ററി ആൻഡ് വിച്ച് ഈസ് ഹിഡൻ. സോ അങ്ങനെ ഒരു ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇനി അടുത്തത് 8-ാമത്തെ വാക്യം. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഈ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു ഹൃദയത്തിന് ഈ വചനത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ലോകത്തിൻ്റെ അരൂപിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ദൈവവചനം ഗ്രഹിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, അല്ലേ? ഇനി താഴോട്ട് വരുമ്പോൾ വേഴ്സ് 14, 14-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. 14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഒന്നുകൂടെ വായിക്കാം. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ the unspiritual man does not receive the gifts of the Spirit of God, for they are folly to him, and he is not able to understand them, because they are spiritually discerned. ആത്മീയമായി ഡിസേൺ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാകയാൽ അൺസ്പിരിച്വൽ മാൻ, വേൾഡ്ലി മാൻ, does not understand the mysteries of the kingdom. Why? It has to be discerned spiritually. അതുകൊണ്ട് ലൗകിക മനുഷ്യന്, വായിക്കാം 14, ഉറക്കെ വായിച്ചേ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുകയില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ഇനി 2 കൊരിന്തോസ് എടുത്തേ. 2 Corinthians chapter 4, 2 കൊരിന്തോസ് 4-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം. 2 കൊരിന്തോസ് 4:3. 2 Corinthians chapter 4 verse 3 വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈവൻ ഇഫ് അവർ ഗോസ്പൽ ഈസ് വെയിൽഡ്, ഇറ്റ് ഈസ് വെയിൽഡ് ഓൺലി ടു ദോസ് ഹു ആർ പെരിഷിംഗ്. 4-ാമത്തെ വാക്യം വായിച്ചേ. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഇൻ ദ കേസ് ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ് ഓഫ് ദ അൺബിലീവേഴ്സ്. ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ ദേവൻ. എന്താണ് ഈ ലോകത്തിൻ്റെ ദേവൻ? എന്താണ് പിശാചല്ല, പിശാചിൻ്റെ ഒരു രൂപമാണത്. ഈ ലോകത്തിൻ്റെ ദേവൻ എന്ന് പറഞ്ഞാൽ വേൾഡ്ലി സ്പിരിറ്റ്. ഈ ലോകം മാത്രം വലുതായി കാണുന്ന ആളുകളുടെ ഒരു അരൂപിയാണ് വേൾഡ്ലി സ്പിരിറ്റ്. ഈ ലോകത്തിന് മാത്രമേ ഉള്ളൂ പ്രാധാന്യം. നിത്യതയ്ക്ക് പ്രാധാന്യമില്ല, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് പ്രാധാന്യമില്ല, ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഹൃദയത്തിന് ദൈവവചനം മനസ്സിലാക്കാൻ പറ്റില്ല. ഇൻ ദ കേസ് ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ് ഓഫ് ദ അൺബിലീവേഴ്സ് to keep them from seeing the light of the gospel of the glory of Christ, who is the likeness of God. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം വായിക്കാം. ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് കാണാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ ഹാർട്ട്സ്. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവം തുറന്നു തരണം. അതിനുവേണ്ടി നമുക്കൊരു 3 വാക്യങ്ങൾ വേഗം വായിക്കാം. നമ്മുടെ ഹൃദയം ദൈവം തുറന്നു തരണം. തുറന്നു കിട്ടാൻ വേണ്ടി എഫേഷ്യൻസ് 1:17, എഫേസോസ് 1:17
എഫേസോസ് 1:17. എഫേസോസ് 1:17 വായിക്കാമോ? എഫേഷ്യൻസ് 1:17 വായിച്ചേ. എല്ലാവരും എടുത്തേ. ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യാം. എല്ലാവരും ഒന്ന് എടുക്കട്ടെ. എഫേഷ്യൻസ് 1:17 കിട്ടിയോ? പുതിയ നിയമത്തിലാണെന്ന് തോന്നുന്നു എഫേഷ്യൻസ്. ഓക്കെ, എടുത്തേ. എഫേഷ്യൻസ് 1:17 വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങൾ. നൗ ലിസൺ ടു മീ എവരിവൺ. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവം, പിതാവായ ദൈവം നമുക്കൊരു ഉപകാരം ചെയ്തു തരണം. ഹീ ഷുഡ് ഡു ആസ് എ ഫേവർ. എന്താണ് ആ ഫേവർ? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് തരണം. സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ, അത് നമുക്ക് ദൈവം തരണം. തന്ന് നമ്മുടെ ഹൃദയത്തെ തുറക്കണം. ഈ ഹൃദയത്തെ തുറക്കുന്ന താക്കോൽ ഏതാണ്? സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് തന്ന് നമ്മുടെ ഹൃദയം തുറക്കണം. അങ്ങനെ ഹൃദയം തുറന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുകയും ആ അറിവിൽ നമുക്ക് വലിയ ആനന്ദം ഉണ്ടാവുകയും ചെയ്യും. വലിയ ആനന്ദം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയും. ദൈവത്തെക്കുറിച്ച് അറിയാനും ദൈവത്തിൻ്റെ പിന്നാലെ നടക്കാനും കർത്താവിനെ ഇങ്ങനെ കൂട്ടം വിട്ടു പോകാതെ അനുഗമിക്കാനുമുള്ള അസാധാരണമായ ഒരാഗ്രഹം നമ്മൾ രൂപപ്പെടുത്തുന്ന ആ ശക്തിയാണ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് ലഭിക്കുകയും ഹൃദയം തുറക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രയർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. എവറി ഡേ യു ഷുഡ് പ്രേ ദിസ്. ഈ പ്രാർത്ഥന സെയിൻറ്റ് പോളിൻ്റെ ഒരു ബ്യൂട്ടിഫുള്ളായ പ്രയറാണിത്. എഫേഷ്യൻസിൽ 2 പ്രയറുണ്ട് സെയിൻറ്റ് പോളിൻ്റെ. ഒന്നാമത്തെ പ്രയർ ഇതാണ്. രണ്ടാമത്തെ പ്രയർ ചാപ്റ്റർ 3:14 മുതലാണ് എഫേഷ്യൻസിൽ. ഓക്കെ, ഒന്നാമത്തെ പ്രയറാണ് 1:17. ഉറക്കെ വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഐ എം ഇൻവൈറ്റിംഗ് യു ടു ലേൺ ദിസ് വേഴ്സ് ബൈ ഹാർട്ട്. ചെയ്യാവോ? കാണാതെ പഠിക്കാവോ ഇത്? കാണാതെ പഠിക്കാൻ പറ്റില്ല. നോക്കി കണ്ട് വായിച്ചിട്ട് പഠിക്കണം. ഒന്ന് വായിച്ച് പഠിച്ചേ. എഫേഷ്യൻസ് 1:17. അത്രയും ഉപകാരം ഉണ്ടാവട്ടെ ഇന്ന് ലീവ് എടുത്തുകൊണ്ട്. എഫേഷ്യൻസ് 1:17 വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. എത്ര പേര് കാണാതെ പഠിച്ചു? വെരി ഗുഡ്. അപ്പോൾ ഇനി ബാക്കിയുള്ളവരോട് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചോ, പഠിച്ചോ. പെട്ടെന്ന് പഠിക്കാം. സിമ്പിളല്ലേ? വളരെ സിമ്പിളല്ലേ? വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഈ പ്രയറാണ്. നമ്മൾ ഒരല്പം മാറ്റം വരുത്തി പ്രാർത്ഥിക്കും. അതിന് ഈ വചനം പഠിക്കണം. ഒന്നുകൂടെ വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് പിന്നെ സമയം എടുത്ത് പഠിച്ചുകൊള്ളുക. ആ പ്രയർ ഇതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു തരാം. റിപ്പീറ്റ് ആഫ്റ്റർ മീ. നമ്മുടെ കർത്താവായ, ഉച്ചത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവനെ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവനെ, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എന്നെ നയിക്കണമേ. ഒരിക്കൽ കൂടി ഉച്ചത്തിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവനെ, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എന്നെ നയിക്കണമേ. ഹല്ലേലൂയ.
നോട്ട് ചെയ്ത് വെക്കുക. ഈ പ്രെയർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹൃദയം തുറക്കപ്പെടും. ദൈവവചനം മനസ്സിലാക്കാൻ ഹൃദയം തുറക്കപ്പെടും. ബൈബിൾ എത്ര വായിച്ചാലും മനസ്സിലാകുന്നില്ല. ഞാൻ എത്രയോ കൊല്ലമായിട്ട് ബൈബിൾ വായിക്കുന്നു, ഒന്നും പിടികിട്ടുന്നില്ല. ഇത്തരം സങ്കടങ്ങളിൽ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ഹൃദയം തുറക്കപ്പെടാനുള്ളൊരു താക്കോലാണ് ഈ വചനം. ഈ വചനം സ്വീകരിക്കണം, ഈ വചനം പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ദൈവമേ എനിക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എന്നെ നയിക്കണമേ. അടുത്തത് വായിക്കേണ്ടത്, നമ്മൾ വായിക്കേണ്ട വചനം ലൂക്കാ സുവിശേഷം 24, ലൂക്ക് 24, ലൂക്കാ 24, ലൂക്കാ 24 45, 45, ലൂക്കാ 24, 45, ലൂക്കാ 24, 45 എടുത്ത് വായിക്കാം. ലൂക്ക് 24, 45 വായിച്ചേ. വിശുദ്ധ ലിഖിതങ്ങൾ എല്ലാവരും എടുത്തേ. ലൂക്ക് 24, 45 വായിച്ചേ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഒന്നുകൂടെ വായിച്ചേ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഒന്നുകൂടെ വായിച്ചേ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ഈശോയെ, ഉറക്കെ, കർത്താവായ ഈശോയെ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാനായി എൻ്റെ മനസ്സ് തുറക്കണമേ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാനായി എൻ്റെ മനസ്സ് തുറക്കണമേ. അടുത്തത് വായിക്കേണ്ടത് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16, അപ്പോസ്തല പ്രവർത്തനം 16. ആക്ട്സ് 16, അപ്പോസ്തല പ്രവർത്തനം 16-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ആക്ട്സ് 16:14, ആക്ട്സ് 16:14 ഉറക്കെ വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനം 16:14. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലീദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് പറഞ്ഞ കാര്യം ഒന്നേറ്റ് പറയാം. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഒരിക്കൽ കൂടെ, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇങ്ങനെ പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ലീദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയവും തുറക്കണമേ. പരിശുദ്ധാത്മാവേ, വചനം സ്വീകരിക്കാനായി ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. ഹല്ലേലൂയാ.